ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഐഡിയ ഗാരേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്കോ മറ്റോ പോവുകയാണ്, പ്രത്യേകിച്ച് കടകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സാനിറ്റൈസർ. അപ്പോൾ ഇത് പല നിറത്തിലും പല അളവുകളായിട്ട് ഒരുപാട് ബോട്ടിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സാനിറ്റൈസറുകൾ നമുക്ക് എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സാനിറ്റൈസർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള ഒന്നാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. 99.9% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml ഒരു ബോട്ടിലാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴയുടെ ജെല്ലാണ്. നമ്മളിത് വീട്ടിൽ തന്നെയുള്ള ഒരു ചെടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് ഈ ഒരു ജെല്ല് ഉണ്ടാക്കുന്നത്. ഇതിന്റെ 2 തണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നത്. നമ്മൾ മുറിച്ചെടുത്ത കറ്റാർവാഴയുടെ തണ്ടിൽ നിന്നും ഒരു യെല്ലോ കളറിലുള്ള കറ ഒലിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു കറ പൂർണ്ണമായിട്ടും ഉണങ്ങുന്നത് വരെ നമുക്ക് അല്പസമയം ഒന്ന് കാത്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു കറ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആവുകയാണെങ്കിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇത് നമുക്ക് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പുകളിൽ മറ്റും ലഭിക്കും. ഒരു 15 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്ലിസറിൻ, അതേപോലെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ തണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഒരു കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ട് ഇതിന്റെ സൈഡ് ഇതേപോലെ ഒന്ന് ചെത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ള ലെയർ ഒന്ന് ചെത്തിയെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള നൈഫ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ 2 ലീഫിന്റെയും മുകളിലുള്ള ലെയർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലീഫിൽ നിന്നും ഇതിലെ ജെല്ല് മാത്രം നമുക്ക് മറ്റൊരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് പതുക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് 2 ലീഫും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 2 ലീഫിൽ നിന്നും അതിൻ്റെ ജെല്ലി ഒരു ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ജെല്ലി നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ലീഫിൽ നിന്നും എടുത്തതായതുകൊണ്ട് ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കും. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് നമ്മുടെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 10 സ്പൂണാണ്. 10 സ്പൂൺ ആൽക്കഹോളാണ് ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഞാനിവിടെ ഒരു 2 സ്പൂൺ ആണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിനും ഇതേപോലെ നമുക്ക് 2 സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗ്ലിസറിനും അതേപോലെ കറ്റാർവാഴയുടെ ജെല്ലും 2 സ്പൂൺ. ശേഷം ഇത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പഴയ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ, അതേപോലെ നിങ്ങൾ ഇതിനു മുന്നേ ഉപയോഗിച്ച സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു 100 ml ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. ഇപ്പോൾ നമ്മുടെ സാനിറ്റൈസർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ഉപയോഗിച്ച ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 99.9% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
നമ്മൾ ഈ 99.9% ഉള്ള ആൽക്കഹോൾ എടുത്ത് അതിലേക്ക് നമ്മൾ അലോവേര ജെൽ അതേപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിന് ചേർത്ത് കഴിയുമ്പോൾ ഇതിലെ ആൽക്കഹോൾ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഒരു 70% ആയി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 99.9% ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 99.9% ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും മറ്റും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിലും മികച്ചൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.